ഈ കേക്ക് അമ്മയ്ക്കൊരു സർപ്രൈസ് ആയിട്ട് വാങ്ങിയിട്ടുള്ളതാണ്. ഇന്ന് അമ്മയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അതൊന്ന് ചെറുതായിട്ട് സെലിബ്രേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ സൊമാറ്റോയിൽ ഒരു കേക്ക് ഓർഡർ ചെയ്തു. ബർത്ത്ഡേ അല്ല, പിറന്ന നാളാണ്. നാൾ വെച്ചിട്ടാണ്. അമ്മയുടെ കറക്റ്റ് ഡേറ്റ് അമ്മയ്ക്ക് വലിയ ധാരണയൊന്നുമില്ല. അമ്മയ്ക്ക് 10th സർട്ടിഫിക്കറ്റിൽ വേറെ, ബർത്ത് സർട്ടിഫിക്കറ്റിൽ വേറെ. അത് അമ്മയുടെ അച്ഛച്ചനാ തോന്നുന്നുണ്ട് സ്കൂളിൽ ചേർക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയിട്ടുള്ളത്. അപ്പോൾ ആൾക്ക് എന്തോ മിസ്റ്റേക്ക് പറ്റിയത് തോന്നുന്നുണ്ട്. ഇപ്പോൾ വീട്ടുകാരെല്ലാവരും മറന്നു പോയി ഡേറ്റ് എന്ന് ആർക്കും ഓർമ്മയില്ല. അപ്പോൾ നാളെ എല്ലാവർക്കും ഓർമ്മയുണ്ട്. അങ്ങനെ ഞങ്ങൾ നാളിലാണ് ഇപ്പോൾ ഇത് ആഘോഷിക്കുന്നത്. അപ്പോൾ അമ്മയ്ക്കൊരു സാരിയൊക്കെ എടുത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ കല്യാണിക്കാണ് പോണത്. അപ്പോൾ ഒരു ക്യാബ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. രാവുണ്ണിയാണെങ്കിൽ ക്യാമറയ്ക്ക് നോക്കാൻ പറയുമ്പോൾ അവൻ ഓരോ കോപ്രായങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അമ്മയാണെങ്കിൽ വന്നിട്ടിപ്പോൾ കുറച്ച് ദിവസമായി, 2-3 ദിവസമായി. ഇനി 2 ദിവസം കഴിഞ്ഞാൽ പോവും. അപ്പോൾ ഞങ്ങൾ കല്യാണിൽ വന്ന് അമ്മയ്ക്കുള്ള കുറേ സാരികളൊക്കെ നോക്കി. ഞങ്ങൾ കുറേ കോട്ടൺ സിൽക്കിൽ നോക്കി, അതൊന്നും അത്ര ഇഷ്ടമായില്ല. പിന്നെ ബനാറസിയിൽ നോക്കി, അതിലും അത്ര നല്ലൊരു കളർ അല്ലെങ്കിൽ നല്ലൊരു ഡിസൈനിലൊന്നും കിട്ടിയില്ല. പിന്നെ അങ്ങനെ തപ്പി അമ്മയ്ക്കൊരു സാരി ഇഷ്ടപ്പെട്ടു, ഒരു യെല്ലോ ആൻഡ് ഗ്രീൻ കളറിൽ. അപ്പോൾ പിള്ളേരേനൊക്കെ ആയിട്ട് പോയി സാരി എടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീരെ എളുപ്പമല്ല. ഇവർ പല വഴിക്ക് ഇവരോടും, അവരെ പിന്നാലെ നമ്മളോടണം. കുറച്ച് കഴിഞ്ഞപ്പോൾ രാവു ആണെങ്കിൽ ഉറങ്ങി. കുഞ്ഞ് നല്ല ആക്റ്റീവായിട്ട് അവിടെയൊക്കെ നടക്കുകയായിരുന്നു. അവിടെയുള്ള ചേച്ചിമാരേനെയൊക്കെ നോക്കി ചിരിക്കലും അവരുടെ അടുത്ത് കളിപ്പിക്കലൊക്കെ ആയിരുന്നു. അങ്ങനെ അമ്മ ചൂസ് ചെയ്ത സാരി ഇതാണ്. നല്ല ഭംഗിയുള്ളൊരു യെല്ലോ കളറാണ്. ഗ്രീനായിട്ട് നല്ല മാച്ചിങ് ആയിട്ട് തോന്നി. നല്ല രസമുണ്ട്. അമ്മയ്ക്ക് ഈ കളർ നല്ല ഭംഗിയുണ്ടാവും. പിന്നെ അമ്മയ്ക്ക് ഇല്ലാത്തൊരു കളറും കൂടിയാണ്. അപ്പോൾ ഞങ്ങൾ ഇതെടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ അമ്മയ്ക്ക് വേറെ കുറച്ച് സാരികൾ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടത് നോക്കുന്നുണ്ടായിരുന്നു അവിടെ. അങ്ങനെ അതൊന്നും 2 സെലക്ട് ചെയ്തു. രാവുണ്ണി നല്ല ഉറക്കമാണ്. അപ്പോൾ ഇത് ഒന്ന് നോക്കി വെച്ചതാണ്. പക്ഷേ ഇത് അമ്മയ്ക്ക് അത്ര ഇഷ്ടമായില്ല. ഇതെടുത്തിട്ടില്ല. വേറെ ഈ 2 എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് അമ്പലത്തേക്കൊക്കെ പോകുമ്പോൾ എടുക്കാൻ പറ്റിയ പോലത്തെ കൃഷ്ണൻ്റെ ഒക്കെ എന്തൊക്കെ ചിത്രങ്ങളുള്ളതാവുന്ന ഒരു സാരി. അത് കഴിഞ്ഞ് ഞങ്ങൾ മധുരൈ റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാൻ കയറി. അപ്പോൾ പായസമൊക്കെ ആയിട്ട് നല്ലൊരു അടിപൊളി മീൽസ് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഗുഡ് ഗേൾ ആയിട്ടിരിക്കണം. ഓക്കെ 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 പറ. ഓക്കെ. രാവുണ്ണിയാണെങ്കിൽ അവന് കൊടുത്ത ഫുഡൊക്കെ ഫുള്ളായിട്ട് കഴിച്ചു, നല്ല കുട്ടിയായിട്ട്. പിന്നെ പായസമൊക്കെ കുടിച്ചു. അവൻ തൈര് കൂട്ടിയിട്ടൊക്കെ ചോറ് കഴിച്ചത്. പായസം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കുഞ്ഞിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. കുഞ്ഞി നല്ല നന്നായി കഴിച്ചു പായസം. ഇഷ്ടമായോ പായസം? ഫുഡ് കഴിക്കാൻ കയറുന്നതിൻ്റെ മുന്നേ പാർലറിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു, ഒന്ന് ത്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ. പക്ഷെ അതൊന്നും വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചു, പക്ഷെ പറ്റിയില്ല. ഇവരേനെ എടുത്തിട്ടുള്ള നടക്കലും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എടുക്കാനും പറ്റില്ല, ചിലപ്പോൾ മറന്നും പോകും. അങ്ങനെയൊക്കെ ആയിട്ട് പിന്നെയാണ് ഞങ്ങൾ റെസ്റ്റോറൻറ്റിൽ കയറിയത്. പിന്നെ ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ എല്ലാവരും ഹെഡ്സെറ്റായി. പായസമൊക്കെ കുടിച്ച് പിന്നെ എല്ലാവർക്കും ഉറക്കമൊക്കെ വന്നു. തിരിച്ചൊരു ക്യാബ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ക്യാബിന് വേണ്ടി കുറച്ച് നേരം അവിടെ തന്നെ വെയിറ്റ് ചെയ്തിരുന്നു. അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് പോയി. പിന്നെ എല്ലാവരും നല്ല ഉറക്കം ഉറങ്ങി. വൈകുന്നേരമായപ്പോൾ ഞങ്ങളെല്ലാവരും ഒന്ന് പാടത്തേക്ക് ഇറങ്ങി. സാധാരണ ഞങ്ങളവിടെ പോകാറൊന്നുമില്ല. ഇപ്പോഴാണെങ്കിൽ പാടം കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട്. ഞാറ് നട്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചിട്ട് രാവുണ്ണിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. അവിടെയാണെങ്കിൽ കുറേ മയിലുകളൊക്കെ വന്ന് നിൽക്കാറുണ്ട്. ഞങ്ങളിങ്ങനെ മതിലിൻ്റെ മേലെ ഇവരെ ഇരുത്തുന്ന സമയത്ത് ഇവരത് നോക്കി നിൽക്കാറുണ്ട്. ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവിടുന്ന് മയിലിൻ്റെ ശബ്ദം, കുറേ കിളികളൊക്കെ വന്ന് ഇങ്ങനെ പറന്നു പോകണതൊക്കെ കാണാനൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങൾ അവരേനായിട്ടൊന്ന് പാടത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങി അവിടെ കുറച്ച് നേരമൊക്കെ നിന്നു. രാവു രാവുവിനല്ല ആഗ്രഹം കൊതുവല്ല, അത് തുമ്പി.
എന്നൊരു കൊതു. കാണാൻ അതെല്ലാം കഴിഞ്ഞ് വൈകുന്നേരമായപ്പോൾ ഞങ്ങൾ കേക്ക് കട്ട് ചെയ്തു. നല്ല ടേസ്റ്റുള്ള കേക്കായിരുന്നു. കുറേ കിറ്റ്കാറ്റും അതേപോലെ ജെംസൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. രാഹുലിന് അതിൻ്റെ ഇടയിൽ നിന്ന് കുറേ കിറ്റ്കാറ്റൊക്കെ വലിച്ച് കഴിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അമ്മയുടെ ഒരു ബർത്ത്ഡേ ഞങ്ങൾ ഇങ്ങനെ ആഘോഷിച്ചു. അപ്പോൾ അത്രയേ ഉള്ളൂ വ്ളോഗ്. അപ്പോൾ ഇനി അടുത്ത വ്ളോഗിൽ കാണാം. എല്ലാവർക്കും ബൈ.